Hi everyone, I am Gopika H here, Assistant Professor, Department of Civil Engineering, Sri Narayana Institute of Technology, Adur, and we are dealing with basic civil engineering according to your second semester BTech syllabus for mechanical, automobile, and civil engineering schemes. In the previous sessions, we have discussed about the modern construction materials includes architectural glass, ceramics, plastics, composite materials, thermal insulating and acoustic insulating materials, decorative panels, waterproofing materials, modern uses of gypsum. So today we are going to see what is prefabricated building components. Prefabricated building components. So welcome to the session. Let's see what is prefabricated building components. സോ ശരിക്കും ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. ബീംസ് ആൻഡ് കോളംസ് ഉണ്ട്, സ്ലാബ്സ് ഉണ്ട്, ഡോർസ് ആൻഡ് വിൻഡോസ് ഉണ്ട്, സ്റ്റെയർ കേസസ് ഉണ്ട്, അങ്ങനെ ഓരോ കമ്പോണൻസ് ഉണ്ട്. സോ ഇതിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് കമ്പോണൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം സൈറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സൈറ്റിന് പുറത്ത് വെച്ചിട്ടോ ഈ കംപ്ലീറ്റ് സ്ട്രക്ചറൽ കമ്പോണൻസിനെ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് അതിനെ കാസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. സൈറ്റിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്യും. അപ്പം നല്ല ഡിസൈനും അതിനനുസരിച്ച് ഹൈ പെർഫോമൻസ് കമ്പോണൻസും ഒക്കെ ഉണ്ട്, ക്വാളിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാം കൂടെ ചേരുന്നതാണ് ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഈ ഒരു പ്രീ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സ്റ്റേജായിട്ടാണ് ക്യാരി ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അതിൻ്റെ മാനുഫാക്ചറിങ്ങും സെക്കൻഡ് വൺ ഇറക്ഷനും. അപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റൂഫ് അല്ലെങ്കിൽ സ്ലാബ്, രണ്ട് അതിൻ്റെ ബീംസ്, മൂന്ന് അതിലെ കോളംസ്, നാല് അതിൻ്റെ വാൾ പാനൽസ്. ഇത്രയാണ് മെയിനായിട്ടും പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇതിൽ ഫസ്റ്റ് വൺ റൂഫ് സ്ലാബ്. റൂഫ് സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണ്. അതാണ് ഫ്ലോറായിട്ടും റൂഫായിട്ടും ആക്ട് ചെയ്യുന്നത് സ്ലാബ്സ് ആണ്. ഇനി പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ കേസ് പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ബീമിൻ്റെ പുറത്ത് നമുക്ക് പല സെഗ്മെൻറ്റ്സ് ആയിട്ട് ഈ സ്ലാബിനെ പ്ലേസ് ചെയ്ത് അതിനെ കോൺക്രീറ്റ് കൊണ്ട് ഗ്രൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ സ്ലാബായിട്ട് ആക്ട് ചെയ്യും. സാധാരണ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേന് 0.5 മീറ്റർ സ്പാനും 0.5 മീറ്റർ സ്പാൻ വരുന്ന സ്ലാബ്സും അതുപോലെ തന്നെ 5 മീറ്റർ വരെയാണ് മാക്സിമം ലിമിറ്റ്. 5 മീറ്റർ, അതായത് 0.5 to 5 മീറ്റർ എന്താ പറയുക ആണ് ഇതിൻ്റെ സ്പാനിങ് ലിമിറ്റ് വെച്ചേക്കുന്നത് വിത്തൗട്ട് പ്രീ സ്ട്രെസ്സിങ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലാബ് പാനൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സോളിഡ് ഫ്ലാറ്റ് സ്ലാബ്, അതായത് അത് സോളിഡ് ആയിരിക്കും, അതിനകത്തുള്ള കോൺക്രീറ്റ് ഫിൽഡ് ആണ്. രണ്ടാമത്തെ ഹോളോ കോർ സ്ലാബ്. ഹോളോ കോർ സ്ലാബ് എന്ന് പറഞ്ഞാൽ അതിനകം ഹോളോ ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ ഡിസൈനിലാണത് ചെയ്തേക്കുന്നത്. പിന്നുള്ളതാണ് ഡബിൾ ടി. ഡബിൾ ടി എന്ന് പറഞ്ഞാൽ രണ്ട് ടി സെക്ഷൻസ് ജോയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും സ്ലാബ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ടി. ഇത് ഡബിൾ ടിയും സിംഗിൾ ടി ബീം സ്ലാബ്സും ഏകദേശം ഒരേ സ്പാനിലായിരിക്കും വരിക. ബാക്കി സോളിഡ് ഫ്ലാറ്റ് സ്ലാബ് ആണെങ്കിലും ഹോളോ കോർ സ്ലാബ് ആണെങ്കിലും അതിന് വിട്ട് വേരി ചെയ്തുകൊണ്ട് ഇരിക്കും. സെക്കൻഡ് വണ്ണാണ് ബീംസ്. ഇപ്പോൾ ബീംസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കോളത്തിനിടയിലുള്ള ക്ലിയർ ഡിസ്റ്റൻസിലാണ് ബീംസ് നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സ്ക്വയർ ഹോള്, അതായത് 10 cm by 10 cm അല്ലെങ്കിൽ ഡെപ്ത് 10 cm വരുന്ന ഒരു ഹോള് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബീമിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ കോളം റീഇൻഫോഴ്സ്മെൻറ്റുമായിട്ട് പ്രോപ്പറായിട്ട് നമുക്കിതിനെ വെൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഹോള് നമ്മൾ ഇതിനിടയിൽ ക്രിയേറ്റ് ചെയ്യും. ഇനി കോൺക്രീറ്റിനെ നമ്മൾ ഇതിനകത്തേക്ക് വെൽഡ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് വെൽഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ കെയർ എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഈ ജോയിൻറ്റ്സ് രണ്ട് സൈഡിലുള്ള സാധാരണ ബീംസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കോളത്തിന് തൊട്ട് മുകളിലേക്ക് നമ്മളൊരു ഒരു കോൺക്രീറ്റ് ഹോഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അതിനകത്തേക്കായിരിക്കും ബീംസിനെ കൊണ്ടുവന്ന് നമ്മൾ സെറ്റിലേക്ക് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യിക്കുക. കോളത്തിൻ്റെയും ബീമിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഹുക്സിൻ്റെ ഫോമിൽ നമ്മൾ എക്സ്പോസ് ചെയ്തായിരിക്കും കൊടുക്കുക, കാരണം അത് നന്നായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് മെമ്പേഴ്സും നമ്മൾ ഒന്നിച്ച് ഹുക്ക് ചെയ്തിട്ട് കോൺക്രീറ്റ് വെച്ച് ആ സൈറ്റിൽ കോൺക്രീറ്റ് വെച്ച് അതിനെ ഫില്ല് ചെയ്തിട്ടായിരിക്കും അതിനെ കംപ്ലീറ്റ് ജോയിൻ മാറ്റുന്നത്.
നമ്മളൊരു ബീമായിട്ട് യൂസ് ചെയ്യുന്ന ടിപ്പിക്കൽ സെക്ഷൻസിൻ്റെ ഫോംസാണിത്. റെക്റ്റാങ്കുലർ ബീംസ് ഉണ്ട്, എൽ ഷേപ്ഡ് ബീംസ് യൂസ് ചെയ്യാറുണ്ട്, ഇൻവേർട്ടഡ് ടി ബീംസ് യൂസ് ചെയ്യാറുണ്ട്, ആസ്ട്രോ ബീംസ് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നീഡിനെ അനുസരിച്ചിരിക്കും. ഇപ്പം ഒരു റെക്റ്റാങ്കുലർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോഡ് വരുന്നിടത്തിനേക്കാളും ചെറിയ ലോഡ് വരുന്നിടത്തായിരിക്കും റെക്റ്റാങ്കുലർ ബീം ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത്. ഇൻവേർട്ടഡ് ടി ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബ്രിഡ്ജസിനകത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആസ്ട്രോ ബീംസ്, ഇൻവേർട്ടഡ് ടി ബീംസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് കുറേം കൂടി ലോഡിനെ ക്യാരി ചെയ്യുന്നതാണ് ഇൻവേർട്ടഡ് ടി ബീംസും ആസ്ട്രോ ബീംസും ഒക്കെ. തേർഡ് വൺ കോളംസ് ആണ്. കോളംസ് എന്ന് പറഞ്ഞാൽ ബീമിൽ നിന്നും ഫ്ലോറിൽ നിന്ന് അല്ലെങ്കിൽ റൂഫിൽ നിന്നൊക്കെയുള്ള ലോഡിനെ ക്യാരി ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറാണ് കോളം എന്ന് പറയുന്നത്. നമുക്ക് പ്രീഫാബ്രിക്കേറ്റഡ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് കോളംസ് അവൈലബിൾ ആയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജ് കോളംസ്, അതായത് ഒറ്റ ഡയറക്ഷനിൽ സിമെട്രിക്കൽ ആയിരിക്കും. ഇന്റേണൽ കോളംസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും സിമെട്രിക്കൽ ആയിരിക്കും. കോർണർ കോളംസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കലി ആയിരിക്കത്തില്ല. ഇതിൽ നമ്മളിപ്പം ബീംസിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോളത്തിനകത്തേക്ക് ബീംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഹോഞ്ചസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ കോളത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ഈ ഹോഞ്ചസ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ ആവശ്യമുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. വാൾസിൻ്റെ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂവ്സ് കൊടുക്കുന്നത്. എന്നാൽ ബീംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോഞ്ചസ് കൊടുക്കുന്നത്. ഈ വാൾ ഗ്രൂവ്സ് എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ കോളത്തിന് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോഞ്ചസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി കൂട്ടിക്കൊടുക്കും കോളത്തിൻ്റെ. ഇതാണൊരു ജോയിൻറ്റ് സെക്ഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെർട്ടിക്കൽ മെമ്പർ കോളമാണ്. കോളത്തിന് ഹൊറിസോണ്ടലായിട്ട് പോയേക്കുന്നത് നമ്മളുടെ ബീംസ് ആണ്. ബീംസിൻ്റെ തൊട്ട് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത് സ്ലാബ്സ് ആണ്. ഇതാണ് ശരിക്കും നമ്മൾ പ്രീ ഫാബ്രിക്കേറ്റഡ് മെമ്പേഴ്സ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇമേജാണ് ഈ കാണിച്ചേക്കുന്നത്. നാലാമത്തത് വാൾ പാനൽസ് ആണ്. സാധാരണ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കട്ട വെച്ച് കെട്ടുന്ന വാൾസ് ആണ്. ഇപ്പം നമ്മളുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ബൈ ഡേ അതിങ്ങനെ സ്പീഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനത്തെ വാൾ പാനൽസ് യൂസ് ചെയ്യാം. ഇപ്പോൾ കോൺക്രീറ്റ്, ടിമ്പർ അല്ലെങ്കിൽ മേസണറി വെച്ചിട്ടുള്ളൊരു സിംഗിൾ പീസ് മെറ്റീരിയലാണ് വാൾ പാനൽ എന്ന് നമ്മൾ പറയുന്നത്. സാധാരണ ഇത് ഫ്ലാറ്റ് ആണ്. നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് സാധാരണ ഇതിനെ കട്ട് ചെയ്തേക്കുന്നത്. 4 ടൈപ്പ് പ്രീ ഫാബ്രിക്കേറ്റഡ് പാനൽസ് ആണ് നമ്മൾ ബിൽഡിംഗ് എൻവലപ്പിൽ യൂസ് ചെയ്യുന്നത്. ക്ലാഡിംഗ് അല്ലെങ്കിൽ കർട്ടൈൻ വാൾസ് എന്ന് പറയും. 2 ലോഡ് ബെയറിംഗ് വാളുണ്ട്, 3 ഷിയർ വാളുണ്ട്, 4 ഫോം വർക്ക് ഫോർ കാസ്റ്റ് ഇൻ പ്ലേസ് കോൺ. ഫസ്റ്റ് വൺ ക്ലാഡിംഗ് അല്ലെങ്കിൽ കർട്ടൈൻ വാൾസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് പാനലാണ്. ഇതൊരിക്കലും ഒരു വെർട്ടിക്കൽ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏരിയയ്ക്ക് ഒരു എൻക്ലോസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. വാൾ പാനൽസ് എന്ന് പറയുന്നത് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഡോറ് വെന്റിലേഷൻ അല്ലെങ്കിൽ വിൻഡോ ഫ്രെയിം പോലെ നമ്മൾ അതിനകത്ത് എല്ലാ ഡോറ്, വെന്റിലേഷൻ, വിൻഡോ ഫ്രെയിംസ് ഇതിൻ്റെ എല്ലാം ഫിക്സിങ്സ് നമ്മൾ ഈ പാനലിനകത്ത് കൊടുത്തിരിക്കും. രണ്ടാമത്തത് ലോഡ് ബെയറിംഗ് വാൾസ്. നമ്മളുടെ കട്ട കൊണ്ട് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കിട്ടുന്ന വാൾസ് ആണ്. ലോഡ് ബെയറിംഗ് വാൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെസിസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ ലോഡ് ഫ്രം അതർ എലമെൻറ്റ്സ്. ബാക്കിയുള്ള എലമെൻറ്റ്സിൽ നിന്ന് വരുന്ന ലോഡ്സിനെ അത് റെസിസ്റ്റ് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അത് നമുക്കൊരിക്കലും അതിനെ റിമൂവ് ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ബിൽഡിംഗ്. തേർഡ് വൺ ഷിയർ വാൾ. ഷിയർ വാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ലാറ്ററൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വാൾസാണ് ഷിയർ വാൾസ് എന്ന് പറയുന്നത്. ഇത് ഡയഫ്രം ആക്ഷനും ഉണ്ട്. ഡയഫ്രം ആക്ഷനും കമ്പൈൻ ചെയ്തിട്ടാണ് കാരണം വെച്ചാൽ എർത്ത് റിട്ടൈനിങ് വാൾസ് പോലത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു സ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളവിടെ ഷിയർ വാൾസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലാറ്ററലായിട്ട് വരുന്ന ലോഡിനെയാണ് ഇത് റെസിസ്റ്റ് ചെയ്യുക കൂടുതൽ. ഇനി ഫോം വർക്ക് ഫോർ കാസ്റ്റ് ഇൻ പ്ലേസ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ചില കേസസിനകത്താണെങ്കിൽ നമുക്കിപ്പം പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പാനൽസിനെ നമുക്ക് ഫോം വർക്കായിട്ട് യൂസ് ചെയ്യാം. ഫോം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് പാനൽസ് എന്ത് ചെയ്യും, നമുക്കിപ്പം ഒരു ഫോമായിട്ട് ആക്ട് ചെയ്യും. അതൊരു എന്താ പറയുക സിസ്റ്റത്തിനൊരു എസ്തെറ്റിക് അപ്പിയറൻസ് കൊടുക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പോണൻസ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പ്ലേസിലേക്ക് നമ്മളുടെ കോൺക്രീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ എന്താണോ അതിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻറ്റ് സിസ്റ്റം അതനുസരിച്ച് നമുക്കതിനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും.
ഇതാണ് ക്ലാഡിങ് അല്ലെങ്കിൽ കർട്ടൈൻ വാൾസിനും ലോഡ് ബെയറിംഗ് വാൾസിനും ഷിയറിംഗ് വാൾസിനും ഫോം വർക്ക് വാൾസിനും ഒക്കെ എക്സാമ്പിൾസ്. ഷിയറിംഗ് വാൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ എവിടെയാണോ ലാറ്ററൽ ഫോഴ്സസ് ഉണ്ടാകുന്നത്, ഇപ്പോൾ എർത്ത് റിട്ടൈനിങ് സ്ട്രക്ചേഴ്സ് ഒക്കെ പോലത്തെ സ്ട്രക്ചേഴ്സ്, അതായത് മണ്ണിടിഞ്ഞ് പോകാതെ അല്ലെങ്കിൽ മണ്ണ് വീഴ് പോകാതിരിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെയാണ് എർത്ത് റിട്ടൈനിങ് സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയുക. ലോഡ് ബെയറിംഗ് വാൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വീടുകളിൽ കാണപ്പെടുന്ന വാൾസ് ആണ്. അത് കട്ട കൊണ്ട് നമ്മൾ കെട്ടുന്നത്, കാരണം അതാണ് അവിടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുക. തേർഡ്, ഫോം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമുക്കിപ്പം ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് മെമ്പർ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ കൂടി അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ഫോം വർക്ക് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഫോം വർക്ക് വാൾസ് എന്ന് പറയുന്നത്. I hope you understand this section. Thank you so much. So ഈ ഒരു പാർട്ട് കൂടെ ആകുമ്പോഴത്തേനും നമ്മളുടെ മോഡ്യൂൾ 2 കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻസിൽ മോഡ്യൂൾ 3 കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഫൗണ്ടേഷൻ എന്താണ് എക്സെട്രാ ഒക്കെ. So thank you so much. We will see in the next section.